നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായാലും പ്രതീക്ഷയുടെ നേരിയ വെളിച്ചം പോലും മുൻപില്ലെങ്കിലും സർവശക്തനായ ദൈവത്തിന്റെ പുത്രനും ലോകരക്ഷകനുമായ യേശുക്രിസ്തുവിൽ അചഞ്ചലമായി തന്റെ വിശ്വാസം അർപ്പിക്കുന്ന ഒരു വ്യക്തി തന്റെ ലക്ഷ്യം നേടി വിജയശ്രീയിൽ ആളിതനായി നിൽക്കുമെന്നതിന്റെ മണിമകുടമായ ഉദാഹരണമാണ് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയം. Ladies and gentlemen, please welcome President-elect Donald J. Trump. Thank you very much. Wow. വർഷങ്ങൾക്ക് മുൻപ് ഇതേ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ജോ ബൈഡനെതിരെ മത്സരിച്ച് നേരിയ മാർജിനിൽ തോൽക്കുമ്പോൾ ആ തോൽവി അംഗീകരിക്കാതെ ഡെമോക്രാറ്റുകൾ കുൽസിത മാർഗത്തിലൂടെ തന്റെ വിജയം അപഹരിച്ചെടുത്തതാണെന്ന് പറഞ്ഞ ട്രംപ് അടുത്ത തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്നും അപഹരിക്കപ്പെട്ട വിജയത്തിന്റെ മൂല്യമുള്ള മുതൽ തിരികെ പിടിക്കുമെന്നും പ്രഖ്യാപിച്ച് അന്നു മുതൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ പാരമ്യതയിലാണ് 4 വർഷങ്ങൾക്കിപ്പുറത്ത് ഡെമോക്രാറ്റ് പാളയത്തെയും അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് ട്രംപിന്റെ പരാജയം കാത്തിരുന്ന അബോർഷനിസ്റ്റുകളുടെയും നിഗൂഢ മതപ്രബുദ്ധത സംഘത്തിന്റെയും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെയും ഇടത് സ്വതന്ത്രവാദികളുടെയും സകല പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് വമ്പിച്ച മാർജിനിലുള്ള ട്രംപിന്റെ ഈ വിജയം. Jesus Christ. വിശുദ്ധ വേദപുസ്തകത്തിലെ 23-ാം സങ്കീർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ശത്രുക്കളുടെ മുൻപിൽ വിരുന്നൊരുക്കി തന്റെ ഭക്തന്മാരുടെ തലയിൽ പുത്തൻ നിയോഗത്തിന്റെ അഭിഷേക തൈലം പകർന്ന് ഉയർത്തി മാനിക്കുന്ന മഹാദൈവത്തിന്റെ ആശ്ചര്യകരവും അതുല്യവുമായ പ്രവൃത്തി. അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ വോട്ടിംഗ് രീതിയിൽ നിലവിലുള്ള 538 സീറ്റുകളിൽ 270 സീറ്റുകൾ ഉറപ്പിക്കുന്ന കാൻഡിഡേറ്റ് കേവല ഭൂരിപക്ഷം നേടി വിജയത്തിലേക്ക് എത്തുകയാണ് പതിവ്. 312 ഇലക്ട്രൽ കോളേജ് വോട്ടുകളും പോപ്പുലർ വോട്ടുകളും സെനറ്റും അധികാരമായി തന്നെ കീഴടക്കിയാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരത്തിലെത്തിയിരിക്കുന്നത്. ട്രംപിന്റെ എതിരാളിയായ കമലാ ഹാരിസിന് ലഭിച്ചതാകട്ടെ കേവലം 226 ഇലക്ട്രൽ വോട്ട്. ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കൻ പ്രസിഡന്റായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് വരുന്ന ജനുവരി 6-നായിരിക്കും. ട്രംപ് പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുക്കുന്നതാകട്ടെ ജനുവരി 20-നും. നിയമപരമായി അതുവരെ കാവൽ പ്രസിഡന്റായി തുടരേണ്ട ജോ ബൈഡൻ ഇപ്പോൾ തന്നെ എല്ലാം ട്രംപിനെ ബലമേൽപ്പിച്ച മട്ടിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. കാരണം തങ്ങളെ ഭരിക്കാൻ അത്രമേൽ കനത്ത പിന്തുണയും ശക്തിയുമാണ് അമേരിക്കൻ ജനത ട്രംപിന് നൽകിയത്. അമേരിക്കയിൽ ട്രംപ് വിജയിക്കേണ്ടത് ലോകത്തെ സമാധാനകാംക്ഷികളായ ജനങ്ങളുടെയെല്ലാം ആഗ്രഹമായിരുന്നു. ഇടത് സ്വതന്ത്ര ചിന്തകളുടെ മറപറ്റി എത്തിയ തിന്മയുടെ ശക്തികൾ അങ്ങേയറ്റം നിഗൂഢമായ നീക്കങ്ങളിലൂടെ അമേരിക്കയെയും പിന്നെ ലോക രാഷ്ട്രങ്ങളെയുമെല്ലാം കീഴടക്കി മുച്ചൂടും മുടിപ്പിച്ച് മുന്നേറിയ ഈ കാലത്ത് അതിനെയൊക്കെ അറുതി വരുത്താൻ പോന്ന ദൈവഭക്തനായ ഒരാൾ അമേരിക്ക പോലുള്ള രാജ്യത്തിന്റെ തലപ്പത്ത് എത്തേണ്ടിയിരുന്നത് അങ്ങേയറ്റം അനിവാര്യമായിരുന്നു. With every breath in my body, I will not rest until we have delivered the strong, safe, and prosperous America that our children deserve and that you deserve. This will truly be the golden age of America. That's what we have to have. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ ദ്വിഗീജയം അമേരിക്കൻ ജനതയ്ക്കൊപ്പം ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെയും പ്രാർത്ഥനയ്ക്കുള്ള മറുപടി കൂടെയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നുപോലും ട്രംപിന് വോട്ട് കിട്ടി. ഒരിക്കലും ട്രംപിന്റെ വിജയം നിസാരമായി നേടിയെടുത്തതായിരുന്നില്ല. തുച്ഛമായ അനുകൂല സാഹചര്യങ്ങളുടെയും അനവധിയായ പ്രതികൂല സാഹചര്യങ്ങളുടെയും നടുവിലായിരുന്നു ട്രംപ് മത്സര കളത്തിലിറങ്ങി പടപൊരുതിയത്. ഒരു തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണെന്ന് വിശേഷിച്ച് പറയേണ്ടതില്ല. എന്നാൽ ന്യൂയോർക്ക് ടൈംസും CNN അടക്കം
അമേരിക്കയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ട്രംപിനെ എതിർത്തുകൊണ്ടായിരുന്നു വാർത്തകൾ നൽകിയിരുന്നത്. അമേരിക്കയിലെ സാംസ്കാരിക നായകരെന്ന് അവകാശപ്പെടുന്നവരെല്ലാം ഒരു തരത്തിലും ട്രംപിനെ മുൻപോട്ട് വിടരുതെന്ന കാർക്കശ്യമായ നിലപാടുകളോടെയായിരുന്നു നിലകൊണ്ടത്. അവിടെയും തീർന്നില്ല ട്രംപിന്റെ വൈരികൾ. പാശ്ചാത്യ രാജ്യങ്ങളെ ബീഭത്സമായി വിഴുങ്ങുന്ന ലെഫ്റ്റ് ലിബറൽ നയങ്ങളും ആഗോള വ്യാപകമായി മതരാഷ്ട്ര സ്ഥാപനം സ്വപ്നം കണ്ടു നടക്കുന്ന കുടിയേറ്റ ശക്തികളും തീവ്രവാദത്തിന് പാലൂട്ടുന്ന ഭീകര രാഷ്ട്രങ്ങളുമെല്ലാം ആവുന്നത്ര ശക്തിയോടെയായിരുന്നു ട്രംപിന്റെ വിജയത്തിനു മുൻപിൽ തടങ്കൽപ്പാറയായി വർത്തിച്ചത്. ബോഷ്കിന്റെ പ്രചാരകരായ ഈ പ്രതിലോമ ശക്തികൾ ഒന്നിച്ചുകൂടി ആകുന്നത്ര നീക്കങ്ങൾ നടത്തിയിട്ടും പ്രചരണങ്ങളുടെ നാളുകളിൽ ദിനം പ്രതി ട്രംപിന്റെ ജനപ്രീതി വർദ്ധിച്ചു വരുന്നതായാണ് കണ്ടത്. അങ്ങനെയെങ്കിൽ തോൽപ്പിക്കാൻ കഴിയാത്തവനെ കൊന്നു തീർക്കാൻ നടത്തിയ ഭീരുക്കളുടെ പിന്നിൽ നിന്ന് കുത്തുന്ന തരം നീക്കമായിരുന്നു പെൻസിൽവാനിയയിലും ഫ്ലോറിഡയിലും ട്രംപിനെതിരെ നടന്ന 2 വധശ്രമങ്ങൾ. പെൻസിൽവാനിയയിലെ വധശ്രമത്തിന്റെ ദൃശ്യങ്ങളിൽ ബൈഡൻ സർക്കാർ ട്രംപിന് ഏർപ്പെടുത്തി കൊടുത്ത സുരക്ഷാ പാളിച്ചകൾ വ്യക്തമായിരുന്നു. എന്നിട്ടും ട്രംപ് സേവിച്ച സർവശക്തനായ ദൈവം മരണത്തിന്റെ തണുത്ത കരങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ട്രംപിനെ തന്റെ ഉള്ളംകൈയിൽ താങ്ങി നിർത്തി. ലോകം കാത്തിരുന്ന നവംബർ 5 എന്ന ദിനത്തിലേക്ക് എത്തും തോറും ട്രംപിനെതിരെയുള്ള നീക്കങ്ങൾക്കെല്ലാം ആക്കം കൂട്ടുകയായിരുന്നു. ട്രംപ് ക്രിമിനലാണ്, ഒരു ക്രിമിനലിനെ പ്രസിഡന്റ് ആക്കണമോ എന്ന് ചോദിച്ചുകൊണ്ട് കമല ഹാരിസ് രംഗത്ത് വന്നു. അതും നനഞ്ഞ പടക്കം കണക്കെ ചീറ്റി. ഒടുവിൽ ആഭിചാര ക്ഷുദ്ര കർമ്മങ്ങൾ കൊണ്ട് പൈശാചിക ശക്തികളെ വിളിച്ചിറക്കി ട്രംപിനെ തോൽപ്പിക്കാൻ നോക്കി. ആഭിചാരകന്മാർ ക്ഷുദ്രകർമ്മം നടത്തി. ആഭിചാര കർമ്മത്തിലേർപ്പെട്ട 100ഓളം മന്ത്രവാദികളിൽ ഒരാൾ പറഞ്ഞത് ട്രംപിന്റെ ചുറ്റും നിലകൊണ്ട ഒരു പ്രതിരോധ പ്രകാശം കാരണം ഒരു മന്ത്രങ്ങളും ഫലിച്ചില്ലെന്നാണ്. ക്രിസ്ത്യൻ ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക് ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ട്രംപിനെതിരെ പ്രതിലോമ ശക്തികളുടെ കരുനീക്കങ്ങൾ ശക്തമായപ്പോൾ ദൈവ സാന്നിധ്യവും ശക്തമായി. ട്രംപിനൊപ്പം നിന്ന ക്രൈസ്തവരുടെ പ്രാർത്ഥനകളും ദിവ്യബലി അർപ്പണങ്ങളും ദിവ്യകാരുണ്യ യാത്രകളും ട്രംപിനും അമേരിക്കയ്ക്കും പ്രതിരോധം തീർത്തു. That you'd send your holy and warrior angels around him like we've seen evidenced already. But you'd continue, Lord, because we know that the blood of Jesus draws us near you. So we ask for that covering over him, that he would continue to hear your voice, that you would continue to order his steps, and that he would help us to make America godly again. ഒരു പക്ഷേ അമേരിക്കൻ ജനത ഈ നിർണായക ഘട്ടത്തിൽ യേശു ക്രിസ്തുവിനും വിശുദ്ധ വേദപുസ്തകത്തിനും ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഒരു നേതാവിനെ തങ്ങളുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്ന ഒരു പരിപക്വമായ നീക്കം നടത്തിയിരുന്നില്ലെങ്കിൽ അമേരിക്കയുടെ സ്ഥിതിഗതികൾ അങ്ങേയറ്റം പരിതാപകരമായ മറ്റൊന്ന് ആകുമായിരുന്നു. കാരണം ദൈവത്തിന്റെ കോപത്തിന്റെ തീയിറങ്ങി ചാമ്പലാക്കി കളഞ്ഞ സോദോമിയ പാപമായ സ്വവർഗ ഭോഗങ്ങളെയും അമ്മയുടെ ഉദരത്തിൽ ദൈവം സൃഷ്ടിക്കുന്ന ജീവനെ കൊന്നുകളയുന്ന അബോർഷനെയും ക്രൈസ്തവ വിരുദ്ധതയെയും കണക്കറ്റ് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരുന്ന കമല ഹാരിസ്. കോടീശ്വരനായ ജോർജ് സോറസിന്റെ ഫ്രീമേസൺ സംഘത്തിന്റെ പിന്തുണയും അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല അമേരിക്കയെ ഭീകരതയുടെ നടുത്തളമാക്കാൻ അഭയാർത്ഥികളുടെ മാസ്ക് വെച്ചിറങ്ങിയ പ്രതികൂല ശക്തികളും അവരെ ശക്തമായി പിന്തുണച്ചിരുന്നു. എന്നാൽ ട്രംപ് ആകട്ടെ തെരഞ്ഞെടുപ്പിലുടനീളം യേശു ക്രിസ്തു എന്ന സകലത്തിന്റെയും നാഥനായ കർത്താവിനെ തന്റെ ബോസാക്കി ഉയർത്തിക്കാട്ടി. Masks, no masks, everything, you can do all you want, but you know, you still need help from the boss. We need help from the boss. That's what happened. We need help. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ അമേരിക്കയ്ക്ക് ഒരു വിമോചനമില്ലെന്ന യാഥാർത്ഥ്യം ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ടാണ് മുന്നേറിയത്. യേശു തങ്ങളുടെ ദൈവമെന്നും ട്രംപ് തങ്ങളുടെ പ്രസിഡന്റ് എന്നും പ്രചരിപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ അമേരിക്കൻ ജനതയുടെയും ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെയും സമാധാന കാംക്ഷികളുടെയും പ്രാർത്ഥനയുടെ ഫലവും കൂടിയാണ് ട്രംപിന്റെ ഈ വിജയം.
ഇത് പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ തന്നെ ഒരു പുത്തൻ ഉണർവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Heavenly Father, we come to you today and we thank you for this nation that was born in 1776. We pray in 2020 it would be born again. We pray for your spirit to move across our nation, and we humble ourselves and we pray. We repent of personal sins and national sins, and we humbly ask you to bless our nation and to bless our President Donald Trump. ഏത് ഓളങ്ങളിലും തിരമാലകളിലും തോണിയുടെ അമരത്ത് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ എവിടെയും വിജയം സുനിശ്ചിതമാണെന്ന ഉണർവ് അത് അടുത്ത തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രതിഫലിക്കുകയും ചെയ്യും. ക്രൈസ്തവ വിശ്വാസി സമൂഹം അമേരിക്കയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലൂടെയും നടത്തിയ ദിവ്യകാരുണ്യ മിഷൻ യാത്രകളുടെയും ഡെമോക്രാറ്റിക് ഭരണത്തിലൂടെ ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തെ സംരക്ഷിക്കുവാനും പടുത്തുയർത്താനും അനേക ക്രൈസ്തവ ജനങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയ മധ്യസ്ഥ പ്രാർത്ഥനകളുടെയും ശക്തിയെക്കുറിച്ച് ട്രംപും നിയുക്ത വൈസ് പ്രസിഡന്റ് വാൻസും പലതവണ ഏറ്റുപറഞ്ഞിട്ടുള്ളതാണ്. ക്രൈസ്തവരുടെ പ്രാർത്ഥനയുടെ ശക്തി തങ്ങൾ നടത്തിയ ആഭിചാര ക്ഷുദ്ര മന്ത്രവാദങ്ങളെ നിർവീര്യമാക്കി കളഞ്ഞെന്ന് വിച്ച് ക്രാഫ്റ്റുകൾ പോലും ഭയത്തോടെ സമ്മതിച്ച കാര്യമാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, തന്റെ ഭക്തന്മാരെ പരിപാലിക്കുന്ന ദൈവം, അവരുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ടെന്നതിന്റെ പ്രൗഢമായ തെളിവ് തന്നെയാണ് ലോക ചരിത്രത്തെ തനിക്ക് മുൻപെന്നും പിൻപെന്നും വിഭജിച്ച് ചരിത്ര പുരുഷനാക്കി ട്രംപിനെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തിയ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ വിജയം. അടുത്ത 4 വർഷങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമല്ല ആഗോള ക്രൈസ്തവികതയ്ക്കും ഇസ്രയേലിനും ട്രംപിന്റെ വിശ്വസ്ത ഫ്രണ്ടായ ഇന്ത്യക്കും പ്രതീക്ഷാ നിർഭരവും ഒപ്പം മാനവികതയ്ക്ക് വിരുദ്ധമായി നിലകൊള്ളുന്ന സംഘങ്ങൾക്കും രാജ്യങ്ങൾക്കും അത് ഉൾക്കിടിലമായും മാറുകയാണ്. ജയിച്ചു കയറിയ ട്രംപ് ആദ്യം വിളിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയുമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അതൊരു ശക്തമായ നീക്കത്തിന്റെ സൂചന തന്നെയാണ്. ഒപ്പം ട്രംപ് പറഞ്ഞ ഏറ്റവും നിർണായകമായ പ്രസ്താവന യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതുമായിരുന്നു. കമല ഹാരിസിന്റെ സോഫ്റ്റ് കോർണർ ഡീലിംഗ് അല്ല, അന്തർദേശീയ വിഷയത്തിൽ പോലും കട്ട് ആൻഡ് സ്ട്രൈറ്റ് നിലപാടുകളാണ് ട്രംപിന്റേതെന്ന് ഉറപ്പായിരിക്കുന്നു. കഴിഞ്ഞ 1 വർഷത്തിലധികമായി നിലനിൽപ്പിന് വേണ്ടി ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്ന ഇസ്രയേലിന് അവരുടെ മുന്നേറ്റത്തിന്റെ മുൻപിലും പിൻപിലും തുണകളെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ലായിരുന്നു. പക്ഷേ അമേരിക്ക ഇസ്രായേലിനൊപ്പം എക്കാലത്തും നിലകൊള്ളുകയും ഇസ്രായേൽ അമേരിക്കയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇസ്ലാമിക തീവ്രവാദികളെ തീർത്ത് ലോക സമാധാനത്തിന് നിർണായകമായ സംഭാവന നൽകുന്നതിൽ അത്ര താല്പര്യമില്ലാഞ്ഞിട്ടായിരിക്കാം ബൈഡനെ മുൻപിൽ നിർത്തി അമേരിക്ക ഭരിച്ച കമലയുടെ ഡെമോക്രാറ്റിക് നയങ്ങൾ യുദ്ധത്തിന്റെ മുന്നണിയിൽ പലപ്പോഴും ഇസ്രായേലിന് നൽകിയത് കടുത്ത ഇറിറ്റേഷൻ തന്നെയായിരുന്നു. 200 ബാലിസ്റ്റിക് മിസൈല് കൊണ്ട് ഇസ്രയേലിനെ ആക്രമിച്ചിട്ടും ഇറാനെ ശക്തമായി തിരിച്ചടിക്കാൻ അനുവദിക്കാതിരുന്ന ബൈഡൻ കമല ദ്വയങ്ങൾ ഏറ്റവും ഒടുവിൽ മുസ്ലിം ഭൂരിപക്ഷമായ മിഷിഗണിൽ പ്രചാരണത്തിനെത്തിയപ്പോൾ പറഞ്ഞത് പാലസ്തീന് കൊടുക്കുന്ന നഷ്ടപരിഹാര തുക കൂട്ടണമെന്നും അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന സൈനിക സഹായങ്ങൾ പിൻവലിക്കുമെന്നുമായിരുന്നു. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഇസ്രായേലിന്റെ വികാരങ്ങളോട് താതാത്മ്യപ്പെട്ടു നിന്ന് ട്രംപ് നടത്തിയ പ്രസ്താവനകളൊക്കെ ലോകം ഉറ്റുനോക്കുന്നതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തന്നെ ചാമ്പലാക്കണമെന്നുള്ളത്. ആ ട്രംപ് അധികാരത്തിൽ എത്തിയതിനാൽ ഇറാന്റെയും അവർ പാലൂട്ടി വളർത്തിയ തീവ്രവാദി സംഘങ്ങളുടെയും നീക്കങ്ങൾക്ക് സ്ഥായിയായ പര്യവസാനം തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കമല ഹാരിസ് ജയിച്ചിരുന്നുവെങ്കിൽ UN അടക്കം മിക്കവരും ഒറ്റപ്പെടുത്തിയ ഇസ്രയേലിന്റെ സകല പ്രതീക്ഷകളും ഒരുപോലെ അസ്തമിച്ചു പോകുമായിരുന്നു. എന്നാൽ ഇസ്രയേലിന്റെ ദൈവം വലിയവനാണെന്നതിന്റെ തെളിവ് കൂടിയാണ് ട്രംപിന്റെ പ്രൗഢ ഗംഭീരമായ വരവ്. ഇറാന്റെ നേതാവ് ഖമേനി എവിടെയെന്ന് ആർക്കും അറിയില്ല. ഏതായാലും ജീവിച്ചിരിപ്പുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഭീഷണിയുടെ ഉണ്ടയില്ലാ വെടികളും ഖമേനിയുടെ വകയായി ആരോ പുറത്തുവിടുന്നുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ, ഇനി ആയുധം കയ്യിലെടുത്ത് കളിക്കാൻ ഇറങ്ങിയാൽ ഇറാനെ ധൂളിയാക്കി മിഡിൽ ഈസ്റ്റിലെ അന്തരീക്ഷത്തിലൂടെ പറത്തുമെന്നതിന് ട്രംപ് നൽകുന്ന ഏറ്റവും മാന്യമായ മുന്നറിയിപ്പ് തന്നെയാണ്
താൻ യുദ്ധങ്ങളെ അവസാനിപ്പിക്കാൻ പോവുകയാണെന്നത്. അതല്ല, ഇറാന്റെ യുദ്ധക്കൊതികൾക്ക് ഇതോടെ ശമനമായെങ്കിൽ നെതന്യാഹു മുമ്പ് പ്രസ്താവിച്ചതുപോലെ ഇറാനെ പഴയ പേർഷ്യൻ സംസ്കാരത്തിന്റെ പ്രൗഢിയിലേക്ക് മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്തേക്കാം. ഇസ്ലാമിക തീവ്രവാദത്തോട് സന്ധിയില്ലാത്ത സമരം നടത്തുകയും ചൈനയുടെ ചതുരുപായങ്ങളെ പ്രബുദ്ധമായി തന്നെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഇന്ത്യയെയും കൂടെ നിർത്തേണ്ടത് ട്രംപിന്റെ അനിവാര്യതയാണ്. കണ്ണിൽ ചോരയില്ലാത്ത കൗശല നീക്കങ്ങൾ കൊണ്ട് ലോക രാഷ്ട്രങ്ങളെ കീഴ്പ്പെടുത്താനിറങ്ങിയ ചൈനയുടെ നീക്കങ്ങളെ പണ്ടേ അകറ്റി നിർത്തിയ ട്രംപിന്റെ നീക്കങ്ങൾ ഇന്ത്യക്ക് ഗുണകരമാകുമെന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല. ഏതായാലും ട്രംപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ പോലും ചെയ്തില്ല. അതിനു മുൻപേ വൻ മാറ്റങ്ങളാണ് ലോകക്രമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ വലിയ പുള്ളികളായിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഇല്ലാതാക്കിയ ട്രംപിനെ തീവ്രവാദികൾ ആകമാനം ഭയപ്പെടുത്തുകയാണെന്ന സത്യം ഉറപ്പിച്ചുകൊണ്ട് അമേരിക്കയുമായി സമാധാന ഉടമ്പടി ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ തങ്ങളെ ഭീകരന്മാരുടെ പട്ടികയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണമെന്ന അഭ്യർത്ഥനയോടെ താലിബാനികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. താലിബാന്റെ ഈ മാനസാന്തരം ആത്മാർത്ഥമാണെങ്കിൽ ശിഷ്ടായുസ് ഈ ഭൂമിയിൽ ജീവിക്കാം, അല്ലെങ്കിൽ IS-ന്റെ വഴിയെ അവർക്കും പോകേണ്ടി വരും. നിരന്തരമായ നാവികാക്രമണങ്ങൾ അഴിച്ചുവിട്ട ഹൂത്തികൾക്കും മതിയായ മട്ടിലായി കാര്യങ്ങൾ. ഖത്തറിലെ ദോഹയിലിരുന്ന ഹമാസിനെ നയിച്ച അവരുടെ നേതാക്കന്മാരോട് മുഖത്ത് നോക്കി ഖത്തർ പറഞ്ഞിരിക്കുകയാണ്, കെട്ടും കിടക്കയും എടുത്ത് കടക്കൂ പുറത്തെന്ന്. അല്ലെങ്കിൽ ട്രംപ് അവരെയും ഹിറ്റ് ലിസ്റ്റ് ആക്കുമെന്ന് ഖത്തറും ഭയക്കുന്നു. അതോടെ അടിയന്തര വെടിനിർത്തലിൽ ഹമാസും അഭയം നേടിയിരിക്കുകയാണ്. അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾ തന്റെ ശത്രുവല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപിനോടുള്ള സൗഹൃദം ഊട്ടിയുറപ്പിച്ചുകൊണ്ടും യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ള ട്രംപിന്റെ പ്രസ്താവനയിലും പ്രതീക്ഷ വെച്ചും പ്രസിഡന്റ് പുടിനും രംഗത്തെത്തി. അമേരിക്കയുമായി സമാധാനത്തോടെ ജീവിക്കാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞുകൊണ്ട് ചൈനയും പിന്നാലെ എത്തി. കാലങ്ങളായി അഭയാർത്ഥികളെ അമേരിക്കയിലേക്ക് അനധികൃതമായി തള്ളിക്കടത്തി വിട്ടുകൊണ്ടിരുന്ന മെക്സിക്കോയ്ക്കും മതിയായി. അതിർത്തിയിലേക്ക് ഇനി ഒരുത്തിനെയും അടുപ്പിക്കില്ലെന്ന് അവർ ട്രംപിനോട് സമ്മതിച്ചെന്നാണ് അറിവ്. അനധികൃതമായി പറ്റിക്കൂടി കിടക്കുന്ന ഇസ്ലാമിക കുടിയേറ്റക്കാരെയെല്ലാം ന്യൂയോർക്കിൽ നിന്ന് പുറത്താക്കാൻ അവരും തീരുമാനിച്ചു. ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യവും ശക്തമായി ഉയർന്നു. ഇതൊക്കെ കൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, തക്ക സമയത്ത് തന്നെയാണ് സർവശക്തനായ ദൈവം അമേരിക്കയിലേക്ക് ട്രംപ് എന്ന തന്റെ ദാസനെ അയച്ചത്. From the boss. We need help from the boss. That's what happened. We need help.